എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2024 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 152/2024. അപ്പോൾ PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും മുൻകാലങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മറക്കാതെ പഠിച്ചിരിക്കുക. അത് നിങ്ങൾക്ക് പരീക്ഷകളിലെ ചോദ്യങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. തായ് പിങ് വിപ്ലവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഭരണവർഗത്തെ അട്ടിമറിച്ച ഏറ്റവും വലിയ പ്രക്ഷോഭം. ഇത് 1850 മുതൽ 1864 വരെ നീണ്ടുനിന്നു. 16 പ്രവിശ്യകളിൽ വ്യാപിക്കുകയും 600-ലധികം നഗരങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ഇത് ചൈനയെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. തായ് പിങ് വിപ്ലവത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ, ഓൺലി 1 and 2. ഭരണവർഗത്തെ അട്ടിമറിച്ച ഏറ്റവും വലിയ പ്രക്ഷോഭമായിരുന്നു തായ് പിങ് വിപ്ലവം. ഇത് 1850 മുതൽ 1864 വരെ നീണ്ടുനിന്നു. 14 പ്രവിശ്യകളിൽ വ്യാപിക്കുകയും 600-ലധികം നഗരങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഫ്രഞ്ച് വിപ്ലവം ഒരു നീണ്ട സാമ്പത്തിക സാമൂഹിക വിപ്ലവത്തിൻ്റെ കിരീട നേട്ടമാണ്. അത് ബൂർഷ്വാസിയെ ലോകത്തിൻ്റെ വിഷയമാക്കി മാറ്റി. 1789 മുതൽ 1794 വിപ്ലവം ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ ആധുനിക സമൂഹത്തിൽ മുതലാളിത്തത്തിൻ്റെയും ബൂർഷ്വായുടെയും വരവ് അടയാളപ്പെടുത്തി. ഇത് ഫ്രാൻസിലെ ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി, ഓൺലി 1 and 2. ഫ്രഞ്ച് വിപ്ലവം ഒരു നീണ്ട സാമ്പത്തിക സാമൂഹിക വിപ്ലവത്തിൻ്റെ കിരീട നേട്ടമാണ്. അത് ബൂർഷ്വാസിയെ ലോകത്തിൻ്റെ വിഷയമാക്കി മാറ്റി. 1789 1794 വിപ്ലവം ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ ആധുനിക സമൂഹത്തിൽ മുതലാളിത്തത്തിൻ്റെയും ബൂർഷ്വായുടെയും വരവ് അടയാളപ്പെടുത്തി. അഹിംസയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അഹിംസ ഒരു തത്വമായിരുന്നു. CR ദാസ്, മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, മൗലാന ആസാദ്, സർദാർ പട്ടേൽ, ആചാര്യ നരേന്ദ്രദേവ് എന്നിവർക്ക് ഇത് നയപരമായ കാര്യമായിരുന്നു. അഹിംസാത്മകമായ സമരരീതികൾ സ്വീകരിച്ചത് ബഹുജന പങ്കാളിത്തത്തെ അപ്രാപ്തമാക്കി. അഹിംസയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി, ഓൺലി 1 and 2. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അഹിംസ ഒരു തത്വമായിരുന്നു. CR ദാസ്, മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, മൗലാന ആസാദ്, സർദാർ പട്ടേൽ, ആചാര്യ നരേന്ദ്രദേവ് എന്നിവർക്ക് ഇത് നയപരമായ കാര്യമായിരുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ശരിയായത്? 72 രാഷ്ട്രീയ പ്രവർത്തകർ ചേർന്ന് 1885 ഡിസംബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. വിരമിച്ച ഇംഗ്ലീഷ് ICS ഉദ്യോഗസ്ഥനായ AO ഹ്യൂം അതിൻ്റെ രൂപീകരണത്തിലൊരു പ്രധാന പങ്ക് വഹിച്ചു. ഈ ചോദ്യത്തിന് ചുറ്റും ശക്തവും ദീർഘകാലം നിലനിൽക്കുന്നതുമായ ഒരു മിഥ്യാസുരക്ഷാ വാൽവിൻ്റെ മിത്ത്, ദ മിത്ത് ഓഫ് ദ സേഫ്റ്റി വാൽവ്, ഉയർന്നു വന്നിട്ടുണ്ട്. തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം. തന്നിരിക്കുന്ന 1, 2, 3 പ്രസ്താവനകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ശരിയായ പ്രസ്താവനകളാണ്. അഞ്ചാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം, 19-ാം നൂറ്റാണ്ടിലെ യാത്രാ വിവരണങ്ങളെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? GP പിള്ളയുടെ ലണ്ടനും പാരീസും, മാർ തോമസ് കുര്യാളശ്ശേരിയുടെ റോമയാത്ര, മാർ തോമസ് കുര്യാളശ്ശേരിയുടെ 2ാം റോമയാത്ര. 19-ാം നൂറ്റാണ്ടിലെ യാത്രാ വിവരണങ്ങളെക്കുറിച്ച് തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ ഡി, ഓൺലി 1 and 2. GP പിള്ളയുടെ ലണ്ടനും പാരീസും, മാർ തോമസ് കുര്യാളശ്ശേരിയുടെ റോമയാത്ര. ഡാഷ് അന്തരീക്ഷത്തിൻ്റെ താഴത്തെ ഭാഗം സമുദ്രനിരപ്പിൽ നിന്ന് 90 കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. തെർമോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, ഹെറ്ററോസ്ഫിയർ, ഹോമോസ്ഫിയർ. ഡാഷ് അന്തരീക്ഷത്തിൻ്റെ താഴത്തെ ഭാഗം സമുദ്രനിരപ്പിൽ നിന്ന് 90 കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഓപ്ഷൻ ഡി, ഹോമോസ്ഫിയർ. ഹോമോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെ താഴത്തെ ഭാഗം സമുദ്രനിരപ്പിൽ നിന്ന് 90 കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ടോപ്പോഗ്രാഫിക് മാപ്പിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായവ?
ഒരു ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് നിർമ്മിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം സർവേ ഓഫ് ഇന്ത്യക്കാണ്. 1:10 ലക്ഷം സ്കെയിലിൽ ഒരു മില്യൺ ഷീറ്റ് എന്നറിയപ്പെടുന്നു. 1:50,000 സ്കെയിലിൽ കോണ്ടൂർ ഇടവേള 20 മീറ്ററാണ്. മില്യൺ ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വിപുലീകരണം 1 ഡിഗ്രി ഇൻറ്റു 1 ഡിഗ്രിയാണ്. ടോപ്പോഗ്രാഫിക് മാപ്പിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായവ? ഓപ്ഷൻ സി, ഓൺലി 1, 2 ആൻഡ് 3. ഒരു ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് നിർമ്മിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം സർവേ ഓഫ് ഇന്ത്യക്കാണ്. 1:10 ലക്ഷം സ്കെയിലിൽ ഒരു മില്യൺ ഷീറ്റ് എന്നറിയപ്പെടുന്നു. 1:50,000 സ്കെയിലിൽ കോണ്ടൂർ ഇടവേള 20 മീറ്ററാണ്. ഉത്തരേന്ത്യയിലെ വലിയ സമതലത്തെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ തിരിച്ചറിയുക. സിന്ധു നദീമുഖം മുതൽ ഗംഗ നദീമുഖം വരെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അലൂവിയൽ ട്രാക്റ്റ്. 8 മുതൽ 16 കിലോമീറ്റർ വീതിയുള്ള ഇടുങ്ങിയ ബെൽറ്റാണ് ഭാബർ. അരുവികളുടെ പുനർജനനത്താൽ അടയാളപ്പെടുത്തിയ ഒരു ചതുപ്പ് നിലമാണ് തെറായി. വെള്ളപ്പൊക്ക സമതലത്തിന് മുകളിലുള്ള പുതിയ അലൂവിയം കൊണ്ടാണ് ഭംഗർ നിർമ്മിച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യയിലെ വലിയ സമതലത്തെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ തിരിച്ചറിയുക. ഓപ്ഷൻ ഡി 1, 2, 3. ഓൺലി 1, 2 ആൻഡ് 3. സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അലൂവിയൽ ട്രാക്റ്റ്. 8 മുതൽ 16 കിലോമീറ്റർ വീതിയുള്ള ഇടുങ്ങിയ ബെൽറ്റാണ് ഭാബർ. അരുവികളുടെ പുനർജനനത്താൽ അടയാളപ്പെടുത്തിയ ഒരു ചതുപ്പ് നിലമാണ് തെറായി. നോർത്ത് ഇന്ത്യയിലെ ഗ്രേറ്റ് പ്ലെയിനെ കുറിച്ചിട്ടുള്ള ശരിയായ വസ്തുതകളാണ് 1, 2, 3 പ്രസ്താവനകൾ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? പെറു തീരത്ത് ദൃശ്യമാകുന്ന ഇടുങ്ങിയ ഊഷ്മള പ്രവാഹമാണ് എൽ നീനോ. ഭൂമധ്യരേഖയ്ക്ക് സമീപം തെക്കുകിഴക്കൻ വ്യാപാരക്കാറ്റും വടക്ക് കിഴക്കൻ വ്യാപാരക്കാറ്റും ചേരുന്ന സ്ഥലത്തെ ITCS എന്ന് വിളിക്കുന്നു. ഏകദേശം 12 കിലോമീറ്റർ ഉയരത്തിൽ മധ്യ അക്ഷാംശത്തിൽ കാണപ്പെടുന്ന അതിവേഗ വായുവിൻ്റെ ഒരു ബാൻഡാണ് ജെറ്റ് സ്ട്രീം. തെളിഞ്ഞാകാശവും സുഖകരമായ കാലാവസ്ഥയും കുറഞ്ഞ ഈർപ്പവും തണുത്ത കാലാവസ്ഥയുടെ സ്വഭാവ സവിശേഷതകൾ അല്ല. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. കേരളത്തിലെ ചെങ്കൽ മണ്ണിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ലാറ്ററൈറ്റിനൊപ്പം കാറ്റനറി ക്രമത്തിൽ ഈ മണ്ണ് സംഭവിക്കുന്നില്ല. മണ്ണിന് ചുവപ്പ് നിറം ഹേമറ്റൈറ്റ് അല്ലെങ്കിൽ അൺഹൈഡ്രേറ്റ് ഫെറിക് ഓക്സൈഡുകൾ ആണ്. ഉപരിതല മണ്ണിൻ്റെ ദ്രുതഗതിയിലുള്ള പ്രവേശനക്ഷമതയാണ് ഈ പശ്ചിമരാശി മണ്ണിൻ്റെ സ്വഭാവ വികസനത്തിന് കാരണം. തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. കേരളത്തിലെ ചെങ്കൽ മണ്ണിനെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ, ഈ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. പഞ്ചാബ് ജമ്മു കശ്മീർ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഷാപൂർ കണ്ടി അണക്കെട്ട് പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? ബിയാസ് നദി, രവി നദി, ഝലം നദി, ചെനാബ് നദി. പഞ്ചാബ് ജമ്മു കശ്മീർ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഷാപൂർ കണ്ടി അണക്കെട്ട് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഓപ്ഷൻ ബി, രവി നദി. രവി നദിയിലാണ് പഞ്ചാബ് ജമ്മു കശ്മീർ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഷാപൂർ കണ്ടി അണക്കെട്ട് പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. മാർക്കറ്റ് സോഷ്യലിസത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? മാർക്കറ്റ് സോഷ്യലിസം എന്ന പദം സൃഷ്ടിച്ചത് പ്രൊഫസർ ഓസ്കാർ ലാങ് ആണ്. മാർക്കറ്റ് സോഷ്യലിസത്തിലെ ആദ്യ പരീക്ഷണം തുറന്ന വാതിൽ നയമാണ്. ഇന്ത്യ ആദ്യം തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചു. മാർക്കറ്റ് സോഷ്യലിസം സാമ്പത്തിക ദുരുപയോഗത്തിൻ്റെ രാഷ്ട്രീയ വീഴ്ചയാണെന്ന് വിദഗ്ധർ കരുതുന്നു. മാർക്കറ്റ് സോഷ്യലിസത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ ഡി, ഓൺലി 1, 2 ആൻഡ് 4. മാർക്കറ്റ് സോഷ്യലിസം എന്ന പദം സൃഷ്ടിച്ചത് പ്രൊഫസർ ഓസ്കാർ ലാങ് ആണ്. മാർക്കറ്റ് സോഷ്യലിസത്തിലെ ആദ്യ പരീക്ഷണം തുറന്ന വാതിൽ നയമാണ്. മാർക്കറ്റ് സോഷ്യലിസം സാമ്പത്തിക ദുരുപയോഗത്തിൻ്റെ രാഷ്ട്രീയ വീഴ്ചയാണെന്ന് വിദഗ്ധർ കരുതുന്നു. പൊതുമേഖലാ ബിസിനസ് അവരുടെ സ്റ്റോക്കിൻ്റെ ഒരു ഭാഗം പൊതുജനങ്ങൾക്ക് വിറ്റുകൊണ്ട് സ്വകാര്യവൽക്കരിക്കുന്നതിനെ പറയുന്ന പേരെന്ത്? പൊതുമേഖലാ ബിസിനസ് അവരുടെ സ്റ്റോക്കിൻ്റെ ഒരു ഭാഗം പൊതുജനങ്ങൾക്ക് വിറ്റുകൊണ്ട് സ്വകാര്യവൽക്കരിക്കുന്നതിനെ പറയുന്ന പേര്? ഓപ്ഷൻ എ, നിക്ഷേപം പിൻവലിക്കൽ, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്.
റിപ്പോ നിരക്കിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിന് നൽകുന്ന പലിശ നിരക്ക്. റിപ്പോ എന്ന പദത്തിൻ്റെ അർത്ഥം റീപർച്ചേസ് ഓപ്ഷൻ എന്നാണ്. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന പലിശ നിരക്ക്. റിപ്പോ നിരക്ക് സാധാരണയായി റിവേഴ്സ് റിപ്പോ നിരക്കിനേക്കാൾ കുറവാണ്. റിപ്പോ നിരക്കിനെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി, ഓൺലി 1 and 2. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിന് നൽകുന്ന പലിശ നിരക്ക്. റിപ്പോ എന്ന പദത്തിൻ്റെ അർത്ഥം റീപർച്ചേസ് ഓപ്ഷൻ എന്നാണ്. രാജ്യവ്യാപകമായി GST എന്ന ആശയം ആദ്യം നിർദ്ദേശിച്ച ടാസ്ക് ഫോഴ്സ് ഏതാണ്? രാജ്യവ്യാപകമായി GST എന്ന ആശയം ആദ്യം നിർദ്ദേശിച്ച ടാസ്ക് ഫോഴ്സ് ഏതാണ്? ഓപ്ഷൻ എ, കേൽക്കർ ടാസ്ക് ഫോഴ്സ് ഓൺ ഇൻഡയറക്റ്റ് ടാക്സ് ഇൻ 2000. കേൽക്കർ ടാസ്ക് ഫോഴ്സ് ഓൺ ഇൻഡയറക്റ്റ് ടാക്സ് ഇൻ 2000 ആണ് രാജ്യവ്യാപകമായി GST എന്ന ആശയം നിർദ്ദേശിച്ച ടാസ്ക് ഫോഴ്സ്. GSTയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഒരു രാജ്യം ഒരു നികുതി, ലക്ഷ്യസ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള നികുതി, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഓൺലൈൻ കോംപ്ലിയൻസ്. GSTയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം. ഒരു രാജ്യം ഒരു നികുതി, ലക്ഷ്യസ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള നികുതി, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഓൺലൈൻ കോംപ്ലിയൻസ്. 2024 മാർച്ച് 11 ഇന്ത്യ ഡാഷുമായി ഒരു സുപ്രധാന സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. 2024 മാർച്ച് 11 ഇന്ത്യ ഡാഷുമായി ഒരു സുപ്രധാന സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. ഓപ്ഷൻ ബി, EFTA, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. 2024 മാർച്ചിൽ EFTAയുമായി ഒരു സുപ്രധാന സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചു. ഒരു വ്യക്തിയെ നിയമവിരുദ്ധവും അനിയന്ത്രിതവുമായ തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെയുള്ള സംരക്ഷണവുമായി താഴെ പറയുന്ന റിട്ട് പരിഗണിക്കപ്പെടുന്നു. മാൻഡമസ്, ഹേബിയസ് കോർപ്പസ്, ക്വാ വാറന്റോ നിരോധനം. ഒരു വ്യക്തിയെ നിയമവിരുദ്ധവും അനിയന്ത്രിതവുമായ തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെയുള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞിരിക്കുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ ബി, ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന റിട്ടാണ് ഒരു വ്യക്തിയെ നിയമവിരുദ്ധവും അനിയന്ത്രിതവുമായ തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെയുള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിട്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ദേശീയ താൽപ്പര്യത്തിൽ സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ദേശീയ താൽപ്പര്യത്തിൽ സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 249. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 249 പ്രകാരമാണ് ദേശീയ താൽപ്പര്യത്തിൽ സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസി NIA ആക്ട് 2008 എതിരെ താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാന സർക്കാരാണ് അടുത്തിടെ SCയിൽ ആർട്ടിക്കിൾ 131 പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്ത് പോലീസും പബ്ലിക് ഓർഡറും സംസ്ഥാന വിഷയങ്ങളാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനുള്ള ആത്യന്തിക അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്നും പറയുന്നത്? NIA ആക്ട് 2008 താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാന സർക്കാരാണ് അടുത്തിടെ SCയിൽ ഒരു കേസ് ഫയൽ ചെയ്തത് പോലീസും പബ്ലിക് ഓർഡറും സംസ്ഥാന വിഷയങ്ങളാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനുള്ള ആത്യന്തിക അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്നും പറഞ്ഞത്? ഓപ്ഷൻ ഡി, ഛത്തീസ്ഗഡ്. ദേശീയ അന്വേഷണ ഏജൻസി NIA ആക്ട് 2008 ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരാണ് അടുത്തിടെ SCയിൽ ആർട്ടിക്കിൾ 131 പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്ത് പോലീസും പബ്ലിക് ഓർഡറും സംസ്ഥാന വിഷയങ്ങളാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനുള്ള ആത്യന്തിക അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്നും പറഞ്ഞത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ലാത്തത്? കമ്മീഷൻ നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നു. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 321 ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമുള്ള ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പറയുന്നു. തന്നിരിക്കുന്നവയിൽ ഏതാണ്
ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ശരി അല്ലാത്തത്? ഓപ്ഷൻ സി, ഓൺലി 1 and 3. 1ഉം 3ഉം പ്രസ്താവനകളാണ് തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായി മണ്ഡലങ്ങളുടെ അതിരുകൾ നിർണ്ണയിക്കുന്നില്ല. അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സ്വതന്ത്ര സ്ഥാപനത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ആർട്ടിക്കിൾ 324 തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം, ദിശ, നിയന്ത്രണം എന്നിവയ്ക്കുള്ള അധികാരം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഭാഷകൾക്ക് ഇന്ത്യയിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചു? തമിഴ്, മലയാളം, ഒഡിയ, കന്നഡ. തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം ഭാഷകൾക്കാണ് ഇന്ത്യയിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. തന്നിരിക്കുന്ന തമിഴ്, മലയാളം, ഒഡിയ, കന്നഡ ഭാഷകൾക്ക് ഇന്ത്യയിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനാ നാമം ആദ്യം മുതൽ ഇന്ന് വരെ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ദ കോൺസ്റ്റിറ്റ്യൂഷണൽ നെയിം ഓഫ് ഇന്ത്യ ഫ്രം ഏർലിയസ്റ്റ് ടു പ്രസന്റ്. ഇന്ത്യയുടെ ഭരണഘടനാ നാമം ആദ്യം മുതൽ ഇന്ന് വരെ എന്ന പുസ്തകം എഴുതിയത്? ഓപ്ഷൻ എ, അശ്വവീർ ഡബ്ല്യു ഗജ്ഭിയെ. അശ്വവീർ ഡബ്ല്യു ഗജ്ഭിയെ ആണ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ നെയിം ഓഫ് ഇന്ത്യ ഫ്രം ഏർലിയസ്റ്റ് ടു പ്രസന്റ്, ഇന്ത്യയുടെ ഭരണഘടനാ നാമം ആദ്യം മുതൽ ഇന്ന് വരെ എന്ന പുസ്തകം എഴുതിയത്. കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതിയായ അഭയകിരണത്തിന്റെ ഗുണഭോക്താക്കൾ താഴെ പറയുന്നവയിൽ ഏതാണ്? കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതിയായ അഭയകിരണത്തിന്റെ ഗുണഭോക്താക്കൾ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, നിരാലംബരായ വിധവകൾ. കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതിയായ അഭയകിരണത്തിന്റെ ഗുണഭോക്താക്കൾ നിരാലംബരായ വിധവകൾ ആണ്. 26ാമത്തെ ചോദ്യം PSC ഡെലിവറി ചെയ്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കേരള IWDMK എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കേരള എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, ചടയമംഗലം. ചടയമംഗലത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കേരള സ്ഥിതി ചെയ്യുന്നത്. ദി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി കേരള 2010 പ്രകാരം ദുരന്തങ്ങൾ എന്നതിൻ്റെ നിർവചനത്തിന് കീഴിൽ വരുന്ന അപകടങ്ങൾ ഏതാണ്? ജലകാലാവസ്ഥാ ദുരന്തങ്ങൾ, ഭൂമിശാസ്ത്രപരമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, ജൈവികമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ. ദി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി കേരള 2010 പ്രകാരം ദുരന്തങ്ങൾ എന്നതിൻ്റെ നിർവചനത്തിന് കീഴിൽ വരുന്ന അപകടങ്ങൾ ഏതാണ്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം. 1, 2, 3, 4. ജലകാലാവസ്ഥാ ദുരന്തങ്ങൾ, ഭൂമിശാസ്ത്രപരമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, ജൈവികമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയെല്ലാം തന്നെ ദി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി കേരള 2010 പ്രകാരം ദുരന്തങ്ങൾ എന്നതിൻ്റെ നിർവചനത്തിന് കീഴിൽ വരുന്ന അപകടങ്ങൾ ആണ്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ KSLM 8 ജില്ലകളിലെ തീരദേശ ആദിവാസി ആധിപത്യ പ്രദേശങ്ങളിൽ അറിവുള്ളവരും സ്വതന്ത്രരുമായ പൗരന്മാരെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി ഏതാണ്? കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ 8 ജില്ലകളിലെ തീരദേശ ആദിവാസി ആധിപത്യ പ്രദേശങ്ങളിൽ അറിവുള്ളവരും സ്വതന്ത്രരുമായ പൗരന്മാരെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി ഏതാണ്? ഓപ്ഷൻ എ, പൗരധ്വനി. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ KSLM 8 ജില്ലകളിലെ തീരദേശ ആദിവാസി ആധിപത്യ പ്രദേശങ്ങളിൽ അറിവുള്ളവരും സ്വതന്ത്രരുമായ പൗരന്മാരെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് പൗരധ്വനി. കേരള പ്ലാനിംഗ് ബോർഡിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? ഒരു ഉപദേശക സമിതിയായി പ്രവർത്തിക്കുന്നു. 1967 രൂപീകരിച്ചത്. ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. മുഖ്യമന്ത്രിയാണ് അധ്യക്ഷൻ. കേരള പ്ലാനിംഗ് ബോർഡിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ സി, ഓൺലി 3. 3ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായ പ്രസ്താവന. കേരള പ്ലാനിംഗ് ബോർഡ് ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്.
സർക്കാരിന് എല്ലാ നികുതികളും മറ്റ് സാമ്പത്തിക കുടിശ്ശികകളും അടയ്ക്കാനുള്ള അവസരം പൗരന്മാർക്ക് നൽകുന്ന കേരള സർക്കാർ താഴെ പറയുന്നവയിൽ ഏത് സംവിധാനമാണ് അവതരിപ്പിച്ചത്? സർക്കാരിന് എല്ലാ നികുതികളും മറ്റ് സാമ്പത്തിക കുടിശ്ശികകളും അടയ്ക്കാനുള്ള അവസരം പൗരന്മാർക്ക് നൽകുന്ന കേരള സർക്കാർ ഇ ഗവേണൻസ് താഴെ പറയുന്നവയിൽ ഏത് സംവിധാനമാണ് അവതരിപ്പിച്ചത്? ഓപ്ഷൻ സി, ഫ്രണ്ട്സ്. നികുതികളും മറ്റ് സാമ്പത്തിക കുടിശ്ശികളും അടയ്ക്കാനുള്ള അവസരം പൗരന്മാർക്ക് നൽകുന്ന കേരള സർക്കാർ ഇ ഗവേണൻസ് സംവിധാനമാണ് ഫ്രണ്ട്സ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൽ ഏത് ജില്ലയിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി, തിരുവനന്തപുരം. കേരളത്തിൽ തിരുവനന്തപുരത്താണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥിതി ചെയ്യുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 26/8/2010 മുതൽ നിലവിൽ വന്നു. രജിസ്ട്രാർ ട്രിബ്യൂണലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ കാര്യങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് ചെയർമാനാണ്. രജിസ്ട്രാറെ സഹായിക്കാൻ 3 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരുണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ ബി, ഓൺലി 1, 2, 3. 1, 2, 3 പ്രസ്താവനകളാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് ശരിയായത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 26/8/2010 മുതൽ നിലവിൽ വന്നു. രജിസ്ട്രാർ ട്രിബ്യൂണലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ കാര്യങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് ചെയർമാനാണ്. കേരളത്തിൽ താഴെ പറയുന്നവരിൽ ആരാണ് സബോർഡിനേറ്റ് നിയമനിർമ്മാണ സമിതിയെ നാമനിർദ്ദേശം ചെയ്യുന്നത്? തന്നിരിക്കുന്നവയിൽ കേരളത്തിൽ ആരാണ് സബോർഡിനേറ്റ് നിയമനിർമ്മാണ സമിതിയെ നാമനിർദ്ദേശം ചെയ്യുന്നത്? ഓപ്ഷൻ എ, അസംബ്ലി സ്പീക്കർ. കേരളത്തിൽ അസംബ്ലി സ്പീക്കറാണ് സബോർഡിനേറ്റ് നിയമനിർമ്മാണ സമിതിയെ നാമനിർദ്ദേശം ചെയ്യുന്നത്. താഴെ പറയുന്നവരിൽ ആരാണ് ലിമിറ്റ്സ് ടു കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന പുസ്തകം എഴുതിയത്? ലിമിറ്റ്സ് ടു കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന പുസ്തകം എഴുതിയത്? ഓപ്ഷൻ എ, കെ ജോർജ്. ലിമിറ്റ്സ് ടു കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന പുസ്തകം എഴുതിയത് കെ ജോർജ്. താഴെ പറയുന്ന കേരളത്തിലെ ജില്ലകളിൽ സമ്പൂർണ്ണ ഗ്രാമീണ ബ്രോഡ്ബാൻഡ് കവറേജുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല? തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ജില്ലകളിൽ സമ്പൂർണ്ണ ഗ്രാമീണ ബ്രോഡ്ബാൻഡ് കവറേജുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി, ഇടുക്കി. കേരളത്തിലെ ജില്ലകളിൽ ഇടുക്കി ജില്ലയാണ് സമ്പൂർണ്ണ ഗ്രാമീണ ബ്രോഡ്ബാൻഡ് കവറേജുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലുതും ചെറുതുമായ അസ്ഥിയുടെ പേര്? മനുഷ്യശരീരത്തിലെ ഏറ്റവും വലുതും ചെറുതുമായ അസ്ഥിയുടെ പേര്? ഓപ്ഷൻ ബി, തുടയെല്ലും സ്റ്റേപ്പിസും. ഫീമർ, സ്റ്റേപ്പിസ് എന്നിവയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലുതും ചെറുതുമായ അസ്ഥികൾ. ഫീമർ, സ്റ്റേപ്പിസ്. താഴെ പറയുന്ന വിറ്റാമിനുകളെ അവയുടെ കുറവുള്ള രോഗങ്ങളുമായി ചേരുംപടി ചേർക്കുക. വിറ്റാമിൻ എ, വിറ്റാമിൻ B12, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, റിക്കറ്റ്സ്, സ്കർവി, നിശാന്തത, അനീമിയ. തന്നിരിക്കുന്ന വിറ്റാമിനുകൾ അവയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി, 1, 3, 2, 4, 3, 2, 4, 1. വിറ്റാമിൻ എ നിശാന്തത, വിറ്റാമിൻ B12 അനീമിയ, വിറ്റാമിൻ സി സ്കർവി, വിറ്റാമിൻ ഡി റിക്കറ്റ്സ്. രോഗത്തെ അവയുടെ കാരണവുമായി ചേരുംപടി ചേർക്കുക. കോളറ, ഡെങ്കിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ്, ഹെപ്പറ്റൈറ്റിസ് എ. വെക്ടർ ബോൺ അഥവാ വാഹകജന്യരോഗം, വാട്ടർ ബോൺ അഥവാ ജലജന്യരോഗം, ഫുഡ് ബോൺ ഭക്ഷ്യജന്യരോഗം, സൂനോട്ടിക് ജന്തുജന്യരോഗം. രോഗത്തെ അവയുടെ കാരണവുമായി ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി, 1, 2, 2, 1, 3, 4. കോളറ, വാട്ടർ ബോൺ ഡിസീസ് ജലജന്യരോഗം. ഡെങ്കിപ്പനി, വെക്ടർ ബോൺ വാഹകജന്യ രോഗം. ലെപ്റ്റോസ്പൈറോസിസ് സൂനോട്ടിക് ജന്തുജന്യരോഗം. ഹെപ്പറ്റൈറ്റിസ് എ, ഫുഡ് ബോൺ
ഭക്ഷ്യജന്യ രോഗം. ഓട്ടിസം ബാധിച്ചവർക്കായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര്. ഓട്ടിസം ബാധിച്ചവർക്കായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ ബി സ്പെക്ട്രം. സ്പെക്ട്രമാണ് ഓട്ടിസം ബാധിച്ചവർക്കായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതി. ഹൈപ്പോകൈനറ്റിക് ഡിസീസ് എന്നത് ഓപ്ഷൻ സി നിഷ്ക്രിയത്വം മൂലമുള്ള രോഗം. ആരോഗ്യത്തിൻ്റെ അളവുകൾ: ശാരീരികവും മാനസികവും സാമൂഹികവും വൈകാരികം ആത്മീയം തൊഴിൽപരം കെമിക്കൽ ബയോളജിക്കൽ ശാരീരികം പാരിസ്ഥിതികവും വൈകാരികവും മാനസികവും. ആരോഗ്യത്തിൻ്റെ അളവുകൾ ഓപ്ഷൻ എ 1 and 2. ശാരീരികവും മാനസികവും സാമൂഹികവും വൈകാരികം ആത്മീയം തൊഴിൽപരം. സാങ്കേതികവിദ്യയും ഭാരതീയ ഭാഷയും സമർപ്പിച്ച കേന്ദ്ര മന്ത്രാലയം ഏത് മന്ത്രാലയമാണ് ടെക്നോളജി ആൻഡ് ഭാരതീയ ഭാഷാ സമ്മിറ്റ് സംഘടിപ്പിച്ചത്? ഓപ്ഷൻ സി വിദ്യാഭ്യാസ മന്ത്രാലയം. എന്താണ് ബയോട്രിക്? ഓപ്ഷൻ എ മാലിന്യ സംസ്കരണ സാങ്കേതിക വിദ്യയാണ്. രണ്ട് വസ്തുക്കൾ ഒരേ ദൂരമുള്ള വൃത്താകൃതിയിലുള്ള പാതകളിൽ നീങ്ങുന്നു. അവയുടെ കാലഘട്ടങ്ങൾ 1:2 എന്ന അനുപാതത്തിലാണ്. അപ്പോൾ അവയുടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എത്ര അനുപാതത്തിൽ ആയിരിക്കും? ഓപ്ഷൻ സി 4:1. താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റായ പ്രസ്താവനകൾ? ശക്തികളുടെ സ്വഭാവം പരിഗണിക്കാതെ തന്നെ ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം ബാധകമാണ്. പ്രവർത്തനവും പ്രതികരണവും എല്ലായ്പ്പോഴും 2 വ്യത്യസ്ത ശരീരങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രവർത്തനത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും ശക്തി പരസ്പരം റദ്ദാക്കുന്നു. ഒരു പ്രതികരണത്തിൻ്റെ അഭാവത്തിൽ ഒരു പ്രവർത്തനവും സംഭവിക്കില്ല. താഴെ പറയുന്നതിൽ ഏതാണ് തെറ്റായ പ്രസ്താവനകൾ? ഓപ്ഷൻ ബി ഓൺലി 3. 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. നീളമുള്ള ഒരു സിലിണ്ടർ ഗ്ലാസ് പാത്രത്തിൻ്റെ അടിയിൽ 6 ദൂരത്തിൻ്റെ ഒരു ചെറിയ ദ്വാരമുണ്ട്. ആഴത്തിലുള്ള ജല സ്നാനത്തിൻ്റെ വെള്ളം കയറാതെ പാത്രം ലംബമായി താഴ്ത്താൻ കഴിയുന്ന ആഴം എന്നത് ഡാഷ്. ഉപരിതല പിരിമുറുക്കവും ജലത്തിൻ്റെ സാന്ദ്രതയും യഥാക്രമം ടി RHO ആണ്. ഓപ്ഷൻ സി 2T/RHO GR. ഗുരുത്വാകർഷണ തരംഗങ്ങളുടെ കണ്ടെത്തൽ എന്തിൻ്റെ അസ്തിത്വത്തിനാണ് തെളിവ് നൽകിയത്? ഗുരുത്വാകർഷണ തരംഗങ്ങളുടെ കണ്ടെത്തൽ എന്തിൻ്റെ അസ്തിത്വത്തിന് തെളിവ് നൽകി? ഓപ്ഷൻ എ തമോദ്വാരം. ഗുരുത്വാകർഷണ തരംഗങ്ങളുടെ കണ്ടെത്തൽ തമോദ്വാരങ്ങളുടെ അസ്തിത്വത്തിനാണ് തെളിവ് നൽകിയത്. 49ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ഏറ്റവും കുറഞ്ഞ പ്രതിപ്രവർത്തനമുള്ള ലോഹം. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ഏറ്റവും കുറഞ്ഞ പ്രതിപ്രവർത്തനമുള്ള ലോഹം ഏതാണ്? ഓപ്ഷൻ ബി ബെറിലിയം. തന്നിരിക്കുന്നവയിൽ ബെറിലിയമാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ഏറ്റവും കുറഞ്ഞ പ്രതിപ്രവർത്തനമുള്ള ലോഹം. pHനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒരു ലായനിയിലെ ഹൈഡ്രജൻ അയോണുകളുടെ സാന്ദ്രത pH അളക്കുന്നു. pH ഒരു ലോഗരിതമിക് സ്കെയിലാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ 0.01 m ലായനിയുടെ pH -2 ആണ്. pHനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ സി ഓൺലി 1 and 2. ഒരു ലായനിയിലെ ഹൈഡ്രജൻ അയോണുകളുടെ സാന്ദ്രത pH അളക്കുന്നു. pH ഒരു ലോഗരിതമിക് സ്കെയിലാണ്. കണ്ടുപിടുത്തം നടത്തിയ പട്ടണത്തിൻ്റെ പേരിലുള്ള അറ്റോമിക നമ്പർ 115 സിന്തറ്റിക് മൂലകത്തിൻ്റെ രാസചിഹ്നം എന്താണ്? ഓപ്ഷൻ ഡി MC. അറ്റോമിക് നമ്പർ 115 സിന്തറ്റിക് മൂലകമാണ് മോസ്കോവിയം. റഷ്യയിലെ മോസ്കോവിൽ വെച്ചാണ് അതിൻ്റെ കണ്ടുപിടുത്തം നടന്നത്. അതിനാൽ അതിൻ്റെ രാസചിഹ്നം
MC എന്ന് നൽകപ്പെട്ടു. കാളിനാടകം എന്നറിയപ്പെടുന്ന കേരളത്തിലെ നാടൻ കലാരൂപത്തിൻ്റെ പേരെഴുതുക. കാളിനാടകം എന്നറിയപ്പെടുന്ന കേരളത്തിലെ നാടൻ കലാരൂപത്തിൻ്റെ പേര്. ഓപ്ഷൻ ഡി മുടിയേറ്റ്. കാളിനാടകം എന്നറിയപ്പെടുന്ന കേരളത്തിലെ നാടൻ കലാരൂപമാണ് മുടിയേറ്റ്. കുമാരനാശാൻ്റെ ഏത് കവിതയാണ് 2023 ശതാബ്ദി ആഘോഷിച്ചത്? കുമാരനാശാൻ്റെ ഏത് കവിതയാണ് 2023 ശതാബ്ദി ആഘോഷിച്ചത്? ഓപ്ഷൻ ബി കരുണ. കുമാരനാശാൻ്റെ കരുണ എന്ന കവിതയാണ് 2023 ശതാബ്ദി ആഘോഷിച്ചത്. ആരാച്ചാർ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ആരാച്ചാർ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്? ഓപ്ഷൻ ബി ജെ ദേവിക. ജെ ദേവികയാണ് ആരാച്ചാർ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. 37ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം. 37ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത്? ഓപ്ഷൻ സി ഗോവ. ഗോവയായിരുന്നു 37ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത്. 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് ഉത്തരാഖണ്ഡായിരുന്നു. ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്നത് എപ്പോഴാണ്? ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്നത് എപ്പോഴായിരുന്നു? ഓപ്ഷൻ എ മാർച്ച് 3-4 1924. മാർച്ച് 3-4 തീയതികളിലായി 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്നത്. ബിഫോർ മെമ്മറി ഫേഡ്സ് ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതിയത് ആരാണ്? ബിഫോർ മെമ്മറി ഫേഡ്സ് ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതിയത് ആരാണ്? ഓപ്ഷൻ ഡി ഫാലി എസ് നരിമാൻ. ബിഫോർ മെമ്മറി ഫേഡ്സ് ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതിയത് ഫാലി എസ് നരിമാനാണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദിയായിരുന്നത്? ഓപ്ഷൻ സി നാഗ്പൂർ. നാഗ്പൂറാണ് 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദിയായിരുന്നത്. എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ ഫംഗ്ഷനുകൾക്ക് ഏത് OSI ലെയർ ഉത്തരവാദിയാണ്? ഓപ്ഷൻ ബി പ്രസൻറ്റേഷൻ ലെയർ. ഓരോന്നിനും 1 KB വലിപ്പമുള്ള 32 സെഗ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ ലോജിക്കൽ വിലാസത്തിൽ എത്ര ബിറ്റുകൾ ഉണ്ടായിരിക്കണം? ലോജിക്കൽ അഡ്രസ്സിൽ എത്ര ബിറ്റുകൾ ഉണ്ടായിരിക്കണം? ഓപ്ഷൻ എ 15 ബിറ്റ്സ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ കോൺഫിഗറേഷൻ വിശദാംശങ്ങൾ സംഭരിക്കാൻ ബാറ്ററി പവർ ഉപയോഗിക്കുന്ന ഘടകം താഴെ പറയുന്നവയിൽ ഏതാണ്? ബയോസ്, റാം, OS, സിമോസ്. ഓപ്ഷൻ ഡി സിമോസ്. ഇന്ത്യൻ ആർമിയിൽ സുബേദാർ പദവി നേടിയ ആദ്യ വനിത. ഇന്ത്യൻ ആർമിയിൽ സുബേദാർ പദവി നേടിയ ആദ്യ വനിത. ഓപ്ഷൻ സി പ്രീതി രജക്. പ്രീതി രജകാണ് ഇന്ത്യൻ ആർമിയിൽ സുബേദാർ പദവി നേടിയ ആദ്യ വനിത. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ? ഓപ്ഷൻ സി ഐരാവത്. ഐരാവത്താണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ. 2012 കേരള സംസ്ഥാന സേവനാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ സേവനങ്ങൾ നൽകുന്നതിന് ആർക്കാണ് ഉത്തരവാദിത്തം? 2012 കേരള സംസ്ഥാന സേവനാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ സേവനങ്ങൾ നൽകുന്നതിന് ആർക്കാണ് ഉത്തരവാദിത്തം? ഓപ്ഷൻ ബി നിയുക്ത ഓഫീസർ. 2012 കേരള സംസ്ഥാന സേവനാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ സേവനങ്ങൾ നൽകുന്നത് നിയുക്ത ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് അവരുടെ അവകാശ സംരക്ഷണ നിയമം 2019 ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ നിർവചനത്തിൽ വ്യക്തമായി ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹിക സാംസ്കാരിക ഐഡൻറ്റിറ്റികൾ ഏതൊക്കെയാണ്? ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ആക്ട് 2019 ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ നിർവചനത്തിൽ
വ്യക്തമായി ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹിക സാംസ്കാരിക ഐഡൻറ്റിറ്റികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഹിജ്റ, കിന്നർ, അരവാണി, ജോഗ്ത. 2019 ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് അവകാശ സംരക്ഷണ നിയമപ്രകാരം ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ നിർവചനത്തിൽ വ്യക്തമായി ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹിക സാംസ്കാരിക ഐഡൻറ്റിറ്റികൾ ഹിജ്റ, കിന്നർ, അരവാണി, ജോഗ്ത എന്നിവയാണ്. 2013 ജോലിസ്ഥലത്തെ സ്ത്രീകളുടെ ലൈംഗികാതിക്രമം തടയൽ നിരോധനം പരിഹാരം നിയമമനുസരിച്ച് ജീവനക്കാർക്ക് നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? സംരക്ഷണം പ്രതിഫലം ലഭിക്കുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. തൊഴിൽ തരമോ പേയ്മെൻറ്റ് രീതിയോ പരിഗണിക്കാതെയാണ് പരിരക്ഷ നൽകുന്നത്. എക്സ്പ്രസ് തൊഴിൽ കരാറുകളുള്ള ജീവനക്കാർക്ക് മാത്രമേ പരിരക്ഷയുള്ളൂ. സ്ഥിരം ജീവനക്കാർക്ക് മാത്രമേ പരിരക്ഷ ലഭിക്കൂ. 2013 സെക്ഷൽ ഹാരാസ്മെൻറ്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ റിഡ്രസൽ ആക്ട് ജോലിസ്ഥലത്തെ സ്ത്രീകളുടെ ലൈംഗികാതിക്രമം തടയൽ നിരോധനം പരിഹാരം നിയമമനുസരിച്ച് ജീവനക്കാർക്ക് നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ ബി തൊഴിൽപരമോ പേയ്മെൻറ്റ് രീതിയോ പരിഗണിക്കാതെയാണ് പരിരക്ഷ നൽകുന്നത്. 2015 ജുവനൈൽ ജസ്റ്റിസ് കുട്ടികളുടെ കരുതലും സംരക്ഷണവും നിയമത്തിൽ നൽകിയിരിക്കുന്ന നിർവചനമനുസരിച്ച് ഭിക്ഷാടനം ഉൾപ്പെടുന്നത് പൊതുസ്ഥലങ്ങളിൽ മാത്രം ഭിക്ഷ അഭ്യർത്ഥിക്കുന്നു. ഭിക്ഷ ലഭിക്കുന്നതിനായി വ്രണങ്ങൾ, മുറിവുകൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ വെളിപ്പെടുത്തുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുക, ഭിക്ഷ അഭ്യർത്ഥിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുക, വൈകല്യങ്ങൾ വെളിപ്പെടുത്തുക, സോഷ്യൽ മീഡിയയിൽ മാത്രം ഭിക്ഷ അഭ്യർത്ഥിക്കുന്നു. 2015 ജുവനൈൽ ജസ്റ്റിസ് കുട്ടികളുടെ കരുതലും സംരക്ഷണവും നിയമം നൽകിയിരിക്കുന്ന നിർവചനം അനുസരിച്ച് ഭിക്ഷാടനം ഉൾപ്പെടുന്നത് ഓപ്ഷൻ സി ഭിക്ഷ അഭ്യർത്ഥിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുക, വൈകല്യങ്ങൾ വെളിപ്പെടുത്തുക. 2003 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് വ്യവസ്ഥയിലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷന് അന്വേഷണ കാലാവധി നീട്ടാൻ കഴിയുക? 2003 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് വ്യവസ്ഥയിലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷന് അന്വേഷണ കാലാവധി നീട്ടാൻ കഴിയുക? ഓപ്ഷൻ ബി 6 മാസത്തെ അധിക കാലയളവിലേക്ക് മാത്രം രേഖാമൂലം രേഖപ്പെടുത്തിയ കാരണങ്ങളാൽ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം പാസാക്കിയ വർഷം. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് നിയമം പാസാക്കിയ വർഷം. ഓപ്ഷൻ ഡി 2007. മാത്സ് ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കാം. ജോൺ ആസ് വെൽ ആസ് ഹിസ് ബ്രദർ ഡാഷ് ഇൻ ഓണസ്റ്റി ആൻഡ് ഹാർഡ് വർക്ക്. ഓപ്ഷൻ ബി believes. John as well as his brother believes in honesty and hard work. Which of the following sentences contains a gerund? Which of the following sentence contains a gerund? Option C. Swimming is a good exercise. Choose the correct sentence from the choices given below. Choose the correct sentence from the choices given below. Option A. He entered the room. If he were a lifebuoy, he dash. If he were a lifebuoy, he dash. Option C. Would not drown. If he were a lifebuoy, he would not drown. Convert the following sentence into reported speech. Sheila asked me, do you believe in the essential goodness of humanity? Convert the following sentence into reported speech. Option A. Sheila asked me whether I believed in the essential goodness of humanity. Dora is a scientist who is interested in the fossil history of life. Choose the suitable one-word expression for the parts given in italics. A scientist who is interested in the fossil history of life. Option D. Paleontologist.
What is the meaning of the idiom kick the bucket? Kick the bucket. Option B, to die. There was a rumor about an advancing army. Choose the most appropriate word opposite in meaning of the word given in italics. Advancing. Opposite word. Option C, retreating. Anyway, we have to dash this problem. Choose the appropriate phrasal verb from the choices given below. Option A, sort out. Anyway, we have to sort out this problem. What is the expansion of e.g. meaning for example? Expansion of e.g. Option D, exempli gratia. അടുത്ത മലയാളം ചോദ്യങ്ങൾ. അർത്ഥമനുസരിച്ച് ശരിയായ പദമേത്? തിമിംഗലം. ഓപ്ഷൻ ബി, തിമിംഗലം. താഴെ പറയുന്നവയിൽ സൂര്യൻ്റെ പര്യായം അല്ലാത്തതേത്? ആര്യമാവ്, വിഭാകരൻ, മാർത്താണ്ഡൻ, സുധാംശു. സൂര്യൻ്റെ പര്യായം അല്ലാത്തത് ഓപ്ഷൻ ഡി. മുക്തകണ്ഠം എന്ന പദത്തിൻ്റെ അർത്ഥം. മുക്തകണ്ഠം. ഓപ്ഷൻ എ, ഉറക്കെ. ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം ഓപ്ഷൻ ഡി, 3 മാസങ്ങൾക്ക് മുമ്പ്. വായന, ദിനം എന്നീ പദങ്ങൾ ക്രമമനുസരിച്ച് വിശേഷണ വിശേഷങ്ങളായി സന്ധി ചെയ്യുമ്പോൾ വ്യാകരണ നിയമപ്രകാരം ശരിയായ രൂപമേത്? വായന, ദിനം എന്നീ പദങ്ങൾ ക്രമമനുസരിച്ച് വിശേഷണ വിശേഷങ്ങളായി സന്ധി ചെയ്യുമ്പോൾ വ്യാകരണ നിയമപ്രകാരം ശരിയായ രൂപം ഓപ്ഷൻ എ, വായന ദിനം. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനം ഏത്? തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനം ഓപ്ഷൻ ഡി, അവർകൾ. തിരുമുൽക്കാഴ്ച എന്ന പദം പിരിച്ചെഴുതുക. തിരുമുൽക്കാഴ്ച പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ, തിരുമുൻ പ്ലസ് കാഴ്ച. ടു ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം. ടു ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമാണ് ഓപ്ഷൻ ഡി, പ്രശ്നത്തിൻ്റെ കാതലായ ഭാഗം പരാമർശിക്കുക. സംസ്കൃത മധു എന്നതിലെ സംസ്കൃത ശബ്ദത്തിൻ്റെ വിപരീതം. ഓപ്ഷൻ സി, അസംസ്കൃതം. ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ഒറ്റപ്പദമാക്കുക. ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ഓപ്ഷൻ സി, വിജിഗീഷു. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.